ഹായ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ക്രാഫ്റ്റ് ചെയ്യാം. ഒരു വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ ഒരു കാർഡ്ബോർഡ്, ഇത്തിരി കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കുക. ഞാനിപ്പോൾ ഒരു ബുക്കിൻ്റെ ചട്ട ഇങ്ങനെ മടക്കി ഒപ്പിച്ചിട്ടെടുത്തിരിക്കുന്നത്. നമുക്ക് അതൊരു വട്ടം വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാൻ അതിനെ ഒരു കോമ്പസ് എടുത്തിട്ട് വട്ടം വരയ്ക്കുന്നുണ്ട്. ഞാനിപ്പോൾ അവിടെ ഒരു വട്ടം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തു. ഒന്ന് ഇത്തിരി കൂടെ ഉറപ്പിക്കാനായിട്ട് ജസ്റ്റ് മാസ്കിംഗ് ടേപ്പ് ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി കൂടെ ബലമായിട്ട് ഇരുന്നോളൂ അവിടെ. ഇനി നമുക്ക് അതിൻ്റെ നടുക്ക് ഒരു വട്ടം വരച്ചിട്ട് ഹോൾ ഇടണം. അതായത് നടുക്കൊരു ഗ്യാപ്പ് വരുന്നത്. ഇത്തിരി വലിയ ഒരു ഹോൾ വേണം. ഇത്തിരി ഭംഗിക്ക് അവിടെ നമുക്കത് കട്ട് ചെയ്ത് അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു അത്യാവശ്യം വലിയ ഹോളായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറയുമ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കണം. ഞാൻ റെഡ് ഫ്ലവേഴ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് റെഡ് A4 സൈസ് പേപ്പർ ഉണ്ടല്ലോ, അതെടുക്കാം. അത് ക്രാഫ്റ്റ് സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഒരു പാക്കറ്റിന് ഏതാണ്ട് എന്തൊക്കെയോ കുറേ കളേഴ്സ്, വെറൈറ്റി കളേഴ്സ് കിട്ടും. നമുക്ക് അതിനനുസരിച്ച് വാങ്ങാം. ഞാൻ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. അതിനെ കുറച്ച് ഇതായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു 4-5 തവണ അതിനെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് വെട്ടാൻ ഇതാവും. കുറേ ഫ്ലവേഴ്സ് കിട്ടുന്ന രീതിയിൽ അത്രയും മടക്കാം. ഇനി നമുക്കത് ഓരോന്നായിട്ട് ഓരോരോ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതായത് ആ വരയിൽ കൂടെ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതിനകത്തൊരു കുട്ടി ഫ്ലവർ വരച്ചു കൊടുക്കാം. ഞാൻ അതിനകത്തൊരു കുഞ്ഞു ഫ്ലവറാണ് വരയ്ക്കുന്നത്. അപ്പം നമ്മളത് മടക്കിയിട്ടുള്ളതിലോട്ട് ഒരു ഫ്ലവർ വരയ്ക്കാം. ആ സൈഡ് ചേർന്നിട്ട് വരയ്ക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അപ്പുറത്തെ സൈഡ് ഒരേപോലെ ആയിട്ട് കിട്ടിക്കോളും. ഞാനതങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. കുഞ്ഞു ഫ്ലവർ. നമുക്ക് അതിനെ പതുക്കെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് കുറേ ഫ്ലവേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് കുറേ ഫ്ലവേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചെണ്ണം കൂടെ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ വേറെ പേപ്പേഴ്സ് കൊണ്ടിട്ട് ഇതേപോലെ കുറേ എണ്ണം ഉണ്ടാക്കിയെടുക്കാം. അതിന് മുന്നേ ഇതായിട്ട് ഇങ്ങനെ നമുക്ക് ഒരെണ്ണത്തിൻ്റെ പുറത്ത് കുറച്ച് ഗ്ലൂ തേച്ച് വേറെ ഒരെണ്ണം ഒട്ടിച്ച് അങ്ങനെ ഒരു 2-3 എണ്ണം ഒട്ടിച്ചെടുക്കാം.
പിന്നെ ഞാൻ എൻ്റെ പൊക്കത്തൊരു ഗിൽട്ടർ ഇങ്ങനെ വട്ടത്തിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മുത്ത് പോലെ ഒരു ഗിൽട്ടർ ഷീറ്റ് എടുത്തിട്ട്, ഒരു സിൽവർ കളർ ഗിൽട്ടർ ഷീറ്റ് എടുത്തിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തു. എന്നിട്ട് അത് ആ പൂവിൻ്റെ പൊക്കത്ത് അതുപോലെ കട്ട് ചെയ്തിട്ട് പൂവിൻ്റെ പൊക്കത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കും. ഇനി ഞാൻ ഇതുപോലത്തെ പിങ്ക് ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കതിലോട്ട് ജസ്റ്റ് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്യുക. ഒരു ഫ്ലവർ ഉണ്ടാക്കാനാണ്. അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കതിനെങ്ങനെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. ആ ഒരു കട്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമായിട്ട് നമുക്ക് അവിടെ നിന്ന് പശ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത്തിരിയും കൂടെ ഉറപ്പായിട്ട് പശ ഒട്ടിച്ചെടുത്ത് എന്നിട്ട് അതിനെ റൗണ്ടാക്കി എടുക്കുക. എന്നിട്ടിങ്ങനെ ആ ഒരു മുറിച്ച ഭാഗത്ത് ഇങ്ങനെ വിടർത്തി കൊടുക്കുക. അപ്പോൾ ഇത്തിരി ഇതായിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഒട്ടിച്ചിട്ട് ബാക്കിൽ ഞാൻ തൂക്കാനായിട്ട് മാസ്കിൻ്റെ വള്ളി ഒന്ന് ഇതാക്കിയെടുത്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 ഫ്ലവർ ഉണ്ടാക്കി അത് അവിടെ തൂക്കിയിട്ടോ. അതും കൂടെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് വാളിൽ ഹാങ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.